മമതയുടെ സഹായത്തോടെയാണ് ബംഗാളിൽ BJP വളർന്നത്. പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ അവർ ഒരുമിച്ചാണ് എന്നാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാദം. നമുക്ക് ആ വാക്കുകൾ ആദ്യമേ ഒന്ന് കേട്ടിട്ട് വരാം. പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം വരുമ്പോൾ അവർ ഒരുമിച്ചാണ്. മമതയുടെ സഹായത്തോടു കൂടിയാണ് ബംഗാളിൽ BJP വളർന്നത്. ഇതെല്ലാം ബംഗാളിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് മോഡിയുടെ അത്തരം വാചകവടിയൊന്നും ബംഗാളിൽ ചെലവാകാൻ പോകുന്നില്ല. ഒരു കഥ സൊല്ലട്ടുമ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം 34 വർഷത്തോളം ബംഗാൾ ഭരിച്ച ഒരു പാർട്ടി ആയിരുന്നു CPIM. ഇന്ന് അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്ന് പോലും സംശയമാണ്. ആ 34 വർഷം ഭരിച്ച് മുടിച്ച് ബംഗാളിൽ നിന്ന് കടക്ക് പുറത്ത് പറഞ്ഞതാണ് ആ ജനങ്ങൾ. എന്തുകൊണ്ടാണ് ബംഗാളിൽ നിന്ന് ഭരണം പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിച്ച സഖാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി നിൽക്കും. ഇന്നത്തെ ഈ മമതാ ബാനർജിക്ക് അവിടേക്ക് ഒരു രംഗപ്രവേശനം കൊടുത്തത്, നല്ലൊരു എൻട്രി കൊടുത്തത് തന്നെ ഈ CPM-കാരാണ്. നമുക്ക് ആ കഥയിലേക്ക് വരാം. അതായത് 1977 കോൺഗ്രസിന്റെ അധികാര കുത്തക തകർത്തുകൊണ്ട് CPIM അധികാരത്തിൽ വരുന്നത്. എവിടെ? ബംഗാളിൽ അധികാരത്തിൽ വരുന്നത്. ജ്യോതി ബസുവായിരുന്നു മുഖ്യമന്ത്രി ആയിരുന്നത്. നല്ല അടിപൊളി കാലഘട്ടമായിരുന്നു. കാരണം കോൺഗ്രസ് ബംഗാൾ ഭരിച്ച സമയത്ത് മുഖ്യമന്ത്രി ആയിരുന്നത് സിദ്ധാർത്ഥ് ശങ്കർ റായ്, SS റായ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ജനവിരുദ്ധമായ ഭരണമാണ് ബംഗാളിൽ കാഴ്ചവെച്ചിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അടിയന്തരാവസ്ഥ എന്നുള്ളത്. അടിയന്തരാവസ്ഥ സമയത്ത് പല പത്രമാധ്യമങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയതുകൊണ്ട് അവിടെ നടക്കുന്ന പല അനീതികളും കണ്ടില്ല, പുറം ലോകം പോലും അറിഞ്ഞില്ല. ഇത് ബംഗാളിലെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. മൊത്തത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആ ഒരു സമയത്ത് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് വരെ, അന്നത്തെ കാലത്ത് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് വരെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. കാരണം അവർ പറയുന്ന വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കണം എന്ന രീതിയായിരുന്നു. അതിനപ്പുറം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പത്രങ്ങൾക്ക് പോലും കടക്ക് പുറത്ത് എന്ന ലെവലായിരുന്നു. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ കത്രിക വെക്കുന്ന ഒരു കത്രിക പൂട്ടിട്ടായിരുന്നു അന്ന് ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തെ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. എന്തിന്? ഇന്ദിരാഗാന്ധി വിജയിച്ചത് ഒരു തെറ്റായ രീതിയിലൂടെയാണ്. ആ തെരഞ്ഞെടുപ്പിൽ വരെ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്ന് അലഹാബാദ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരുടെ അധികാരം തന്നെ റദ്ദാക്കും എന്ന് പറഞ്ഞപ്പോൾ അത് ഏകാധിപതിയായ ഇന്ദിരാഗാന്ധിക്ക് അത്ര ദഹിച്ചില്ല. അധികാരം നഷ്ടപ്പെട്ടു പോയ ഇന്ദിരാഗാന്ധി എന്താകുമെന്നുള്ള ഭയം മൂലം അന്ന് തന്നെ അവർ അർദ്ധരാത്രി എന്ത് ചെയ്തു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നെ കേരളം ഉൾപ്പെടെ കണ്ടത് ഇവരുടെയൊക്കെ ഒരു ഏകാധിപത്യ ഭരണമാണ്. അത് നല്ല രീതിക്ക് ബംഗാളിലും എഫക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. അതായത് അടിയന്തരാവസ്ഥയുടെ മറവിൽ പത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കൊണ്ട് അവിടെ നടന്ന ക്രൂരതകൾ ബംഗാൾ ജനതയും പുറം ലോകവും അറിഞ്ഞിരുന്നില്ല. SS റായിയുടെ ഭരണത്തിനെതിരെ, അതായത് SS റായിയുടെ ഭരണത്തിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്ത പാർട്ടി പ്രവർത്തകരെ കൊന്നൊടുക്കുകയും കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുകയും ചെയ്തിരുന്നു. ഒരു വികസന പ്രവർത്തനവും നടക്കാതെ ബംഗാൾ മുരടിച്ചു പോയ ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസ്. ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അതായത് ബംഗാൾ വിഭജനത്തിന് ശേഷം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം ബംഗാൾ ഭരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണം എന്ന് പറയുന്നത് വളരെ വളരെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിനേക്കാൾ വളരെ മോശമായ ഒരു അതായിരുന്നു. ഒരു തരം വികസനവും അവിടെ നടന്നിരുന്നില്ല. മാത്രവുമല്ല, അതിനെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ കള്ളക്കേസിൽ കൊടുക്കുകയും ആരാണോ ശബ്ദിക്കുന്നത് പിറ്റേ ദിവസം അവന്റെ തല തെരുവുകളിൽ കിടക്കുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു SS റായിയുടെ ഏകാധിപത്യ ഭരണം. ഈ ഭരണത്തിൽ ജനങ്ങൾക്ക് മതിയായിട്ട് 1977 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. പകരം CPIM അധികാരത്തിൽ വന്നു. കർഷകർക്ക് ഭൂമി വിട്ടുകൊടുക്കുകയും അവർക്ക് കൃഷി ചെയ്യാൻ അവസരം കൊടുക്കുകയും ചെയ്തു. കോൺഗ്രസ് ആയിരുന്നപ്പോൾ അവിടെ കർഷകർക്ക് യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. കുത്തക മുതലാളിമാരുടെ കയ്യിലെ കളിപ്പാവകളായിരുന്നു അന്നത്തെ കോൺഗ്രസ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് CPM അധികാരത്തിൽ വന്നപ്പോൾ അതുവരെ തങ്ങൾക്ക് ലഭിക്കാതിരുന്ന സ്വാതന്ത്ര്യം എല്ലാം അവർക്ക് ലഭിച്ചു. കർഷകർക്ക് ഭൂമി വിട്ടുകൊടുക്കുകയും അവർക്ക് കൃഷി ചെയ്യാൻ കൂടുതൽ അവസരം കൊടുക്കുകയും ചെയ്തു. ഇറക്കുമതി മാത്രം ഉണ്ടായിരുന്ന ബംഗാളില് വിദേശത്തേക്ക് കയറ്റുമതി തുടങ്ങി. ഇത് മറ്റൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ഇത് നടന്നത് ജ്യോതി ബസുവിന്റെ കാലഘട്ടത്തിലാണ്. സുവർണ കാലഘട്ടം എന്ന് നമുക്ക് വിളിക്കാം. പല പ്രാദേശിക തലങ്ങളിലും ഭൂപ്രഭുക്കന്മാരുടെ ഭരണം ആയിരുന്നു.
അതെല്ലാം ഒഴിവാക്കി പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം പുനഃസ്ഥാപിക്കുകയും ജ്യോതി ബസു ചെയ്തു. പിന്നെ എന്താണ് നമ്മുടെ CPM പാർട്ടിക്ക് ബംഗാളിൽ സംഭവിച്ചത്? ഇനി അതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഇതെല്ലാം ജ്യോതി ബസുവിന്റെ കാലഘട്ടത്തിലായിരുന്നു നമ്മൾ പറഞ്ഞു. അതായത് 1977 അധികാരത്തിൽ കയറി മുഖ്യമന്ത്രി ആകുക ചെയ്ത ജ്യോതി ബസു 2000 തന്റെ മുഖ്യമന്ത്രി പദം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ മാറ്റിക്കൊടുത്ത് മുഖ്യമന്ത്രി പദത്തോട് വിട പറഞ്ഞ് അദ്ദേഹം പോകുന്നത്. അതിനുശേഷം അധികാരത്തിൽ വന്നത് ബുദ്ധദേവ ഭട്ടാചാര്യയാണ് ബംഗാൾ മുഖ്യമന്ത്രിയാകുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി CPMന്റെ കഷ്ടകാലം. ഇതോടെയാണ് ഇടതുപക്ഷ പശ്ചാത്തലം മാറാൻ തുടങ്ങിയത്. ജനങ്ങൾ എതിർക്കാനും തുടങ്ങി. അതുവരെയും ജനങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ ശബ്ദമായിരുന്ന CPM പാർട്ടി പതിയെ പതിയെ പണ്ടത്തെ അതായത് SS റായിയുടെ കാലഘട്ടത്തില് കുത്തക മുതലാളിമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും കയ്യിലെ കളിപ്പാവകൾ പോലെ ആകാൻ തുടങ്ങി. 1977 മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്താണോ അതുപോലെയായി ബംഗാളിലെ ഇപ്പോഴത്തെ അവസ്ഥ. ബംഗാളിലെ ഭരണം കുത്തക മുതലാളിമാർക്കും ഭൂപ്രഭുക്കന്മാരുടെ കയ്യിലും കൊടുത്ത അവസ്ഥയായിപ്പോയി. ഭരണത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്തു വരികയും പല സംഘർഷാവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും വലിയ വിവാദമായ ഒരു പ്രശ്നമായിരുന്നു നന്ദിഗ്രാം ഭൂമി പ്രശ്നം. സിംഗൂരിലെ ടാറ്റ മോട്ടോഴ്സ് പ്ലാന്റ് വരാനായിട്ട് അത് കൊണ്ടുവരാനായിട്ട് സർക്കാർ, അതായത് ബുദ്ധദേവ ഭട്ടാചാര്യയുടെ സർക്കാർ കർഷകരോട് ഭൂമി തരാൻ പറഞ്ഞു. കർഷകർ അതൊട്ടും കൊടുക്കാൻ താല്പര്യം കാണിച്ചിരുന്നത് മാത്രമല്ല, അവിടെ ഒരു വലിയൊരു പ്രതിഷേധം തന്നെ അരങ്ങേറുകയും ചെയ്തു. പ്രതിഷേധം രൂക്ഷമായപ്പോൾ, അതായത് ജനങ്ങളും കർഷകരും ഒരുപോലെ, പാർട്ടി പ്രവർത്തകരും ഒരുപോലെ അതിനെ എതിർക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പതുക്കെ വലിഞ്ഞു കളഞ്ഞു. പിന്നെ രണ്ടാമത് എന്താണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്ദിഗ്രാമിൽ ഭൂമി സർക്കാർ അങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങി. കർഷകരുടെ സമ്മതമില്ലാതെ ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങി. ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് കർഷകരും അവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുമാണ് രംഗത്ത് വന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. അതായത് കൈവിട്ടു പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വെടിവയ്പിൽ വരെ അവസാനിച്ചു. ഒട്ടേറെ പാർട്ടി പ്രവർത്തകരുടെ ജീവൻ അവിടെ ബലി നൽകി. ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ബംഗാൾ ഭരണം ഏതാനും സ്വകാര്യ വ്യക്തികൾക്കും പാർട്ടി നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലായി തുടങ്ങി. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് മമതാ ബാനർജി രംഗപ്രവേശനം ചെയ്യുന്നത്. കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി അത് കളിച്ച കളി എങ്ങനെയാണെന്ന് അറിയാമോ? കോൺഗ്രസും CPMും ഒരു മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കൊണ്ട് കോൺഗ്രസ് വിട്ടു പോകുകയും മറ്റൊരു പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. ആ പാർട്ടിയുടെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്, TNC എന്ന് പറയും. ഈ തൃണമൂൽ കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കളും ചേർന്നു. കാരണം ഒരു വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി. കോൺഗ്രസും CPMകാരും കൂടി ചേർന്ന് ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാവായ മമതാ ബാനർജി രംഗപ്രവേശനം നടത്തുന്നത്. എവിടേക്ക്? ബംഗാളിലേക്ക്. അതിനുവേണ്ടി കാട്ടിക്കൂട്ടിയ മമതാ ബാനർജിയുടെ ഒരു നാടകം എന്ന് പറയുന്നത് എന്താണെന്നോ, കോൺഗ്രസും CPMും അവിടെ ഒരു മൃദു സമീപനമാണെന്നാണ് എല്ലാവരുടെ മുന്നിലും വരുത്തി തീർത്തുകൊണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് വേറൊരു പാർട്ടി വേണം എന്ന് എല്ലാരെയും തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് ആ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ഇറങ്ങിപ്പോയി മറ്റൊരു പാർട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ പാർട്ടിയുടെ പേരാണ് തൃണമൂൽ കോൺഗ്രസ്, TNC എന്ന് പറയും. മമതാ ബാനർജിയുടെ ഈ ഒരു പ്രചാരണത്തിൽ വിശ്വസിച്ച അല്ലെങ്കിൽ വിശ്വസിക്കപ്പെട്ട് വഞ്ചിതരായ കുറെ കോൺഗ്രസ്സുകാര് തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ ചേരുകയും ചെയ്തു. അതോടുകൂടി കോൺഗ്രസും രണ്ടു പക്ഷമായി മാറി. ഇതിന് ശേഷം അവിടെ അരങ്ങേറിയ നാടകങ്ങൾ എന്ന് പറയുന്നത്, കോൺഗ്രസ് ഭൂരിപക്ഷ നേതാക്കളെല്ലാം TNCയിൽ ചേരുകയും ചെയ്തു. അങ്ങനെ 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ 34 വർഷത്തിന് ശേഷം CPMന്റെ ആധിപത്യമായ കോട്ടയായ, ഏറ്റവും കൂടുതൽ CPM ഭരിച്ച് മുടിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് ബംഗാൾ. അങ്ങനെ 34 വർഷത്തിന് ശേഷം TNC അധികാരത്തിൽ വന്നു. അത് കോൺഗ്രസും കൂടിയല്ല അധികാരത്തിൽ വന്നത്. കോൺഗ്രസിൽ നിന്ന് പിളർന്ന് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയ മമതാ ബാനർജിയുടെ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്. മുഖ്യമന്ത്രി ആയതോ മമതാ ബാനർജിയും. ഇവിടെ നിന്ന് മുതലാണ് മമതാ യുഗം ആരംഭിച്ചത്. ജനങ്ങൾ എന്തോ വലിയ മാറ്റം ലഭിക്കുമെന്ന് പറഞ്ഞ് തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു. പക്ഷേ ആ വോട്ട് ചെയ്തപ്പോൾ എങ്ങനെയാണോ അടിയന്തരാവസ്ഥ കാലത്തും
ആദ്യത്തെ കോൺഗ്രസ്, അതായത് ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ബംഗാളിൽ ഭരിച്ചിരുന്നത്. ആ സമയത്ത് ജനങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടാണോ അനുഭവിച്ചത് അതെല്ലാം പിന്നെയും അവരിലേക്ക് തന്നെ വന്നു തുടങ്ങി. കാരണം അവിടുത്തെ ബംഗാളിലെ ഏറ്റവും നല്ല ഭരണവും സുതാര്യമായ കാലഘട്ടമായിരുന്നു ജ്യോതി ബസുവിൻ്റെത്. ജ്യോതി ബസുവിന്റെ കാലഘട്ടം പ്രതീക്ഷിച്ച് തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്തവരെല്ലാം ഇളിഭ്യരായി പോയി എന്ന് പറയാനുള്ള കാരണം തന്നെ കുത്തക മുതലാളിമാരുടെയും ഭൂപ്രഭുക്കന്മാരുടെയും കയ്യിലായി പിന്നെയും ഭരണം. എന്താണോ ബുദ്ധദേവ ഭട്ടാചാര്യ അവിടെ ബാക്കി വെച്ചത് അവിടെ നിന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയത്. ഒരു മാറ്റം ബുദ്ധദേവ ഭട്ടാചാര്യ സഹിക്കാൻ വയ്യാത്ത കൊണ്ടാണല്ലോ CPM-നോട് കടക്ക് പുറത്തത് ബംഗാളിലെ ജനങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അതേ കടക്ക് പുറത്തെന്ന് പറഞ്ഞ അതേ ആശയം തന്നെ, അതായത് പഴയ വൈന് ഒരു പുതിയ കുപ്പിയിലേക്ക് മാറ്റിയാൽ എങ്ങനെയിരിക്കും, അതേ അവസ്ഥ തന്നെയായിരുന്നു ബംഗാളി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നീണ്ട മമതായുഗമായിരുന്നു. 2011 തുടങ്ങി 2026 എത്തി നിൽക്കുന്നു മമതായുഗം. ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് നുഴഞ്ഞുകയറ്റക്കാർ അവിടെ കയറി. അഴിമതികളുടെ കൂടാരമായി. കോൺഗ്രസും CPM കൂടി ഒരുമിച്ച് പിന്നുള്ള തെരഞ്ഞെടുപ്പില് മത്സരിച്ചു. ആരെ തോൽപ്പിക്കാൻ? മമതാ ബാനർജീനെ തോൽപ്പിക്കാൻ. പക്ഷെ നിലം തൊടാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടു പേർക്കും ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല. അത്രയ്ക്കുണ്ടായിരുന്നു മമതാ ബാനർജിയുടെ പവർ. കാരണം അവർ അധികാരത്തിൽ വന്ന ആദ്യ നാളുകളിൽ അവരാദ്യം ടാർഗറ്റ് ചെയ്തത് CPM പ്രവർത്തകരെയായിരുന്നു. കുറെ പേരെ കൊല്ലുകയും കുടുംബത്തെ ടോർച്ചർ ചെയ്യുകയും നാട് കടത്തുകയും ഒക്കെ ചെയ്തു. കാരണം അവർക്കെതിരെ ഉയർന്നു വരാൻ ഒരു ശബ്ദം പോലും അവിടെ ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ CPM പ്രവർത്തകരെ അവർ നാട് കടത്തി, കൊല ചെയ്തു, കുടുംബത്തെ തേജോവധം ചെയ്തു. ചുരുക്കമുള്ളവര് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായി. തുടക്കത്തിൽ തന്നെ മമത അവിടെ ലക്ഷ്യം വച്ചത് തന്നെ തനിക്കെതിരെ ഒരാളും വാ തുറക്കരുത്. അതിനു വേണ്ടിയിട്ട് തന്ത്രമായിരുന്നു മമത അവിടെ കാട്ടിക്കൂട്ടിയത്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ നിശബ്ദമായിട്ട് ഇതെല്ലാം സഹിച്ചു. 15 വർഷക്കാലം അവരവിടെ സഹിച്ചു. കാരണം എതിർക്കാൻ ഒരു പാർട്ടിയില്ല. മറുവശത്ത് കോൺഗ്രസും CPM-ഉം കൂട്ടുകൂടി ഇരിക്കുകയാണ്. ഇവിടെ അപ്പോഴും കോൺഗ്രസും CPM-ഉം രണ്ട് തട്ടാണെങ്കിലും ബംഗാള് ബായിമാരായിരുന്നു. അപ്പോൾ ഒരുപാട് ട്രോളുകളൊക്കെ വന്നതാണ്. ബംഗാളിലെ ബായിമാരും ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണെന്നുള്ളത്. എന്തൊക്കെ വിരോധാഭാസമാണ്. ആദ്യമേ രണ്ട് തട്ടായിട്ട് നിൽക്കുന്നു, പിന്നെ ഒരുമിച്ച് നിന്നിട്ട് പോലും ഒരതും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദാ പിന്നെയും രണ്ടായിട്ട് മത്സരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പില് മമതാ ബാനർജീനെ ഏറ്റവും കൂടുതൽ മമതയ്ക്ക് പേടി ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? മമതാ ബാനർജിയുടെ ബലം എന്ന് പറയുന്നത് വ്യാജ വോട്ടേഴ്സ്മാരായിരുന്നു. അതായത് മമതാ ബാനർജിയുടെ ഒരു ധൈര്യം എന്ന് പറയുന്ന നുഴഞ്ഞുകയറ്റക്കാരായിരുന്നു. വ്യക്തമായിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവരെ മമതാ ബാനർജി അഭയം കൊടുത്തു. ഈ അഭയം കൊടുത്തവരാണ് മമതാ ബാനർജിയുടെ വോട്ട് ബാങ്ക്. SIR വന്നപ്പോൾ ആദ്യമായിട്ട് എതിർത്തതും മമതാ ബാനർജി തന്നെയായിരുന്നു. കാരണം SIR ഇവിടെ നടപ്പാക്കി കഴിഞ്ഞാൽ തന്റെ വോട്ടേഴ്സിലെ ഭൂരിഭാഗം പേരും അങ്ങ് പടിയിറങ്ങി പോകുമെന്നറിയാം. കാരണം വ്യക്തമായ ഒരു തെളിവുമില്ലാതെ, വ്യക്തമായ ഒരു രേഖയും ഇല്ലാതെ എത്ര വർഷക്കാലമാണ് ബംഗാൾ അവർ നുഴഞ്ഞു കയറിയത്. ഇതെല്ലാം മമതാ ബാനർജി അറിഞ്ഞിട്ടില്ല എന്ന് വെക്കാൻ ജനങ്ങൾ പൊട്ടന്മാരല്ലല്ലോ. ജനങ്ങൾ പൊട്ടന്മാരല്ലാത്തത് കൊണ്ട് തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയും കള്ളക്കഥകളും അതേപോലെ ഒരുപാട് വ്യാജ ആധാർ കാർഡുകൾ കണ്ടെത്തിയതിൽ തുടർന്ന് മമതാ ബാനർജിയുടെ നില തെറ്റാൻ തുടങ്ങി. 15 വർഷത്തെ ആധിപത്യം പതിയെ അവസാനിക്കുന്ന മട്ടായി. മമത എന്ന സൂര്യോദയം അവസാനിച്ചു പോകുമോ എന്നാണ് മെയ് 4-ാം തീയതി നമുക്ക് അറിയേണ്ടത്. കൊള്ളക്കാരെയൊക്കെ കൂട്ടുപിടിച്ച് തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പാർട്ടീനെ അങ്ങ് വളർത്തി വലുതാക്കി വെള്ളവും വളവും ഒഴിച്ചു കൊടുത്തു. മതപ്രീണനം നടത്തിയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയിട്ട് മാത്രമായി മമതാ ബാനർജിയുടെ ശ്രദ്ധ ബാക്കിയുള്ളവരെയെല്ലാം ഒന്നുമല്ലാത്ത രീതിയിലാക്കി. ഇപ്പോഴത്തെ കോൺഗ്രസ് എന്താണോ മതപീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അവരെ മമതാ ബാനർജി നടത്തിക്കൊണ്ടിരുന്നത്. മതപീഡനം നടത്തി അവരുടെ വോട്ടുകൾ വേണ്ടി മാത്രം വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആര് വിട്ടുപോയാലും കുഴപ്പമില്ല, അവർ തന്നെ വിട്ടുപോകരുതെന്നൊരു വാശി മമതാ ബാനർജിക്ക് ഉണ്ടായി. അതിനെയൊക്കെ എതിർത്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായത് BJP ആണ്. ഇപ്പോൾ ആ BJP-നെയാണ് ഇപ്പോൾ എന്താ പറയാ MA ബേബി പറയുന്നത്. പല ബില്ലുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ BJP മമതാ ബാനർജിയും ഒറ്റക്കെട്ടാണെന്ന്. നിങ്ങൾക്ക് നാണമില്ലേന്നാണ് ചോദിക്കാനുള്ളത്. 34 വർഷമായിട്ട് ഭരിച്ചു മുടിച്ച ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ നട്ടാൽ കുരുക്കാത്ത നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് നാണമില്ല, ലജ്ജയില്ലെന്നാണ് ചോദിക്കാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ CPM ഭരിച്ച ഒരു നാടെന്ന് പറയുന്നത് ബംഗാളാണ്. ആ ബംഗാളില് ഇത്രയും മോശമായ രീതിയിൽ നിങ്ങൾ പടിയിറക്കപ്പെട്ടു. കാരണം അവിടുത്തെ ജനങ്ങളോട് നിങ്ങൾ കാട്ടിക്കൂടുന്നത് അത്രയും മോശമായ രീതിയാണ്.
കർഷകരുടെ കൂടെ നിൽക്കേണ്ടി വരും, കർഷകരുടെ ഭൂമി കൂടെ ഏറ്റെടുത്ത് അവർ പോലും അറിയാതെ അവിടെ ഏറ്റെടുക്കൽ നടത്തി. ജനങ്ങൾ പ്രതികരിച്ചു, വെടിവെപ്പിൽ അവസാനിച്ചു. ഇതെല്ലാം ഇപ്പോഴും ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് വോട്ട് നേടാൻ നോക്കുമ്പോൾ നിങ്ങൾ പിന്നെ മാറ്റത്തിന് പ്രതീകമായിട്ടാണ് നിങ്ങൾ കാണിക്കേണ്ടത്. അല്ലാതെ BJPയും മമതാ ബാനർജിയും തമ്മിൽ ലിങ്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? മമതാ ബാനർജിയുടെ കഴിവുകേടുകൊണ്ടാണ് BJP ഉയർന്നു വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വ്യക്തതയില്ല ആരെന്താണ് പറയേണ്ടതെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം സമ്മതിക്കാതിരിക്കാൻ വയ്യ, മമതാ ബാനർജി എന്നൊരു ലേഡി, ഒരു സ്ത്രീ, അവരുടെ ആധിപത്യമായിരുന്നു 15 വർഷക്കാലം ബംഗാൾ ഭരിച്ചത്. പക്ഷേ ആ ഭരണം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രീണനത്തിന്റെ വക തന്നെ ആയിരുന്നു എന്ന് വ്യക്തമാക്കപ്പെടും. രഹസ്യങ്ങൾ ചുരുളഴിയുകയാണ്. വ്യാജ വോട്ടേഴ്സ് ആയിരുന്നു ബലമെന്ന് മനസ്സിലായപ്പോൾ ഇനി അവിടെ വിജയം ഉണ്ടാകില്ല എന്ന് മമതയ്ക്ക് ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിലേറെയും സ്ത്രീകളാണ്. ഇത്രയും നാള് അവിടെ ഒരു പോളിംഗ് ഉണ്ടായിട്ടും അധികം ഉയർന്ന പോളിംഗ് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് പോളിംഗ് നടന്നത്. 2021 നടന്ന തിരഞ്ഞെടുപ്പിൽ ബദ്ധശത്രുവായ കോൺഗ്രസ് ഒരുമിച്ച് മത്സരിച്ചെങ്കിലും നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. എന്തുകൊണ്ട്? ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ രണ്ടുപേരുടെയും കള്ളത്തരം എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി BJPയിലേക്ക് കാറ്റ് വീശുന്നത്. 34 വർഷം ഭരിച്ചു മുടിച്ച് അധികാരത്തിൽ കയറിയ CPM അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ബംഗാളിലെ ജനത ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് തങ്ങൾക്കൊരു ഭരണമാറ്റമായിരുന്നു. അതേപോലെ തന്നെ അവസ്ഥയാണ് ഇപ്പോൾ. 15 വർഷമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചു മുടിച്ച് ഇനി ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഭരണമാറ്റം ഏത് ദിശയിലേക്ക് പോകുമെന്നാണ് ഇനി അറിയാനുള്ളത്. കാരണം ഇനി ഒരിക്കലും അവർ ആ 34 വർഷത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. പകരം മറ്റൊരു, അതായത് അന്നത്തെ കോൺഗ്രസുകാരുടെ ഭരണത്തെ തകർത്തുകൊണ്ട്, ആധിപത്യത്തെ തകർത്തുകൊണ്ട് CPM അധികാരത്തിൽ കയറിയതുപോലെ ഇപ്പോൾ മമതാ യുഗം അവസാനിപ്പിച്ച് BJP അവിടെ താമര വിരിയിക്കുമോ എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. മെയ് 4 നമുക്കത് കണ്ടു തന്നെ അറിയാം.